ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഡെലിവറി, സെക്കൻഡ് ഡെലിവറി അല്ലേ, പിന്നെ 30+ ആയില്ലേ, എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ആയില്ലേ ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത്, സാധാരണ പിള്ളേരുടെ എന്തെങ്കിലും പരിപാടീസ് അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരാറ്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ഇച്ചിരി വലിയ വീഡിയോ ആയിട്ട്, ഭയങ്കര ഇതൊന്നുമല്ല, ഒരുപാട് ലാഗടിപ്പിക്കത്തില്ല, എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറി ആദ്യം പറയാം. ഫസ്റ്റത്തെ ഡെലിവറിയെ സംബന്ധിച്ച് എനിക്ക് 23 വയസ്സേ ഉണ്ടായുള്ളൂ. ആ ഡെലിവറി എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കുറച്ച് ഇങ്ങനെ എന്താണ്, മാനസികമായിട്ട് കുറച്ച് സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കലി എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, തിന്നണ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഫുഡ് കഴിക്കാൻ അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഡെലിവറി ടൈമും പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് പറയാനില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡെലിവറി ടൈമിലൊക്കെ ആണെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് പെയിനും പറയാനില്ല. വീണ്ടും പ്രസവിക്കാൻ റെഡിയായിരുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. എന്ത് ഡെലിവറി, നോർമൽ ഡെലിവറി, സിമ്പിൾ, ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു കേട്ടോ. അതർവൈസ് ഞാൻ സെക്കൻഡിലോട്ട് വന്നപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ആയിപ്പോയതെങ്കിലും 32 ഇയേഴ്സ്, 23, 32 ഈ രണ്ട് ഇതാണ് കേട്ടോ, തിരിഞ്ഞ് പറഞ്ഞാൽ വന്നേക്കുന്നത്. അപ്പോൾ 32 ഇയേഴ്സിലാണ് ഞാൻ സെക്കൻഡ് ഡെലിവറി ആവുന്നത്. ആ ടൈമിൽ തുടക്കം തുടങ്ങി ഫിസിക്കലി ഡൗൺ ആയിരുന്നു, തലകറക്കം, ഛർദി. ഡെലിവറിക്ക് കയറുന്നതിന് കുറച്ച് മുന്നേ ആ ഒരു ടൈം വരെ എനിക്ക് ഛർദിയായിരുന്നു, ഫുഡ് കഴിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഫസ്റ്റത്തേന് കിട്ടിയ ഫുൾ ഹാപ്പിനെസ് സെക്കൻഡ് പോയി. കാരണം ഫസ്റ്റത്തെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്ര ഡെലിവറി വേണം ചെയ്യാൻ റെഡി എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു. സെക്കൻഡ് വന്നപ്പോൾ ഡെലിവറി എന്ന് എഴുതിയെടുത്ത് പോലും ഞാൻ പോകത്തില്ല, കാരണം എനിക്ക് അത്ര പേടിയായി, അത്രയും ഞാൻ അനുഭവിച്ചു. എനിക്ക് ബാക്ക് പെയിൻ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് പെയിൻ ഉണ്ടായിരുന്നു. വെയിറ്റ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ പെയിൻ, അങ്ങനെ മൊത്തത്തിൽ ഒരുമാതിരി വലിയ പണിയായിരുന്നു. പിന്നെ ഡെലിവറിക്ക് പോണ ആൾക്കാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, നമ്മളെന്തായാലും പ്രസവിച്ചേ പറ്റൂ, ഒരുപാട് കാര്യത്തിന് ടെൻഷൻ അടിക്കേണ്ട. എനിക്ക് ഫസ്റ്റത്തേൻ്റെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് എനിക്കന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ സെക്കൻഡിന് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഹെൽത്ത് വൈസ് ആണെങ്കിലും പുണ്യമില്ല, അവനെ എങ്ങനെയായിരിക്കും പുറത്ത്, അങ്ങനെ ഒരുപാട് ടെൻഷൻ. പിന്നെ നമ്മൾ പ്രായമാകുന്നതെന്ന് ചിന്തപ്പാട്, ഓവർ തിങ്കിങ് കൂടുമല്ലോ. ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കണതുകൊണ്ട് ഞാൻ തട്ടിപ്പോവോ, കൊച്ചിനെന്തെങ്കിലും പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തപ്പാട് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ചിന്തിച്ച് എനിക്കിങ്ങനെ തലക്ക് പുക വരുന്നൊരു പരിപാടിയായിരുന്നു. ആരോടും ഞാനിങ്ങനെ പറയത്തൊന്നുമില്ല, ഷെയർ ചെയ്യില്ലായിരുന്നു, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതാക്കുമായിരുന്നു. എനിക്ക് ഡെലിവറിയിൽ പെയിൻ വന്നിട്ട് ഒരു ദിവസം ഫുൾ പെയിൻ സഹിച്ചിട്ടാണ് ഞാൻ പോയത്. ആ ടൈമിൽ കയറിയപ്പോൾ ബാക്ക് പെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നല്ല നടുവിങ്ങനെ 2 കഷ്ണമാണ് പോലത്തെ വേദനയായിരുന്നു. അൺസഹിക്കബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, അത്ര വേദനയാണ്. അതിനിടയ്ക്ക് ടെൻഷൻ, ഓവർ ടെൻഷനായിട്ട് BP കൂടിപ്പോയി, പൾസ് റേറ്റ് കുറഞ്ഞു പോയി. അങ്ങനെ എന്തൊരു ഇഞ്ചക്ഷനൊക്കെ തന്നില്ല, 3 ഇഞ്ചക്ഷൻ വയ്ക്കേണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഒരു ഇഞ്ചക്ഷനിൽ ഞാൻ ഓക്കെ ആയി. ഡെലിവറി അത് കുഞ്ഞിനെ എടുത്തതുപോലെ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ വല്ലാത്തൊരു ആ പോകുന്ന സംഭവം ഓക്കെ ആയിരുന്നു എനിക്ക്. പക്ഷെ ആ കുഞ്ഞ് വരണതിന് തൊട്ട് മുമ്പ് വരെ, പുഷ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ നല്ലോണം സ്ട്രഗിൾ ചെയ്ത് ആകെ ഞാൻ 4 മണിയായപ്പോൾ കയറി 5:40 ഞാൻ പ്രസവിച്ചു. ആ ഒരു 1-2 മണിക്കൂർ ഗ്യാപ്പാണ്, പക്ഷെ ആ 1-2 മണിക്കൂർ ഞാൻ നല്ലോണം അനുഭവിച്ചു. കാരണം ഓൾറെഡി ഒരു ദിവസം ഫുൾ ഞാൻ പെയിൻ അനുഭവിച്ചു. അത് കഴിഞ്ഞ് ഡെലിവറി പെയിൻ അല്ല എന്ന് വിചാരിച്ചിരുന്നു. എനിക്കറിയില്ലായിരുന്നു ലേബർ പെയിൻ ഇങ്ങനെ ആയിരുന്നു. കാരണം ഫസ്റ്റത്തേന് ഫ്ലൂയിഡ് പോയിട്ടാണ് കൊണ്ടുപോയത്, അതുകൊണ്ട് എനിക്ക് ലേബർ പെയിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തേന് പെയിൻ അത്രയും സഹിച്ചു, കാരണം ഓൾറെഡി PV എടുത്തിട്ടാണ് അന്ന് പോയത് നമ്മൾ. അപ്പോൾ കുഴപ്പമില്ല, ഒരാഴ്ച കഴിഞ്ഞ് വന്ന് നമ്മൾ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് പോകുന്നതാണ്. എന്നിട്ട് വന്നപ്പോൾ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ചേട്ടനും അമ്മയൊക്കെ ഇങ്ങനെ തലോടി ഉമ്മൊന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ പാമ്പർ ചെയ്ത് ആ ഒരു ഫുൾ ഡേ ഹോസ്പിറ്റലിൽ പോകുന്ന അവർ പറയുന്നുണ്ട്. പക്ഷേ അപ്പം ഞാൻ ഇല്ല, ഒരാഴ്ച കൂടെ ഉണ്ടല്ലോ, 38 വീക്കാണ് ഒരാഴ്ച കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 38 ആഴ്ചയായ നല്ലതല്ലേ, അത്ര നാളെ ബേബിക്ക് ഹെൽത്ത് ഒന്നും കൂടെ ആവട്ടെ എന്നുള്ള ഇതിൽ ഞാൻ സഹിച്ചു പിടിച്ചു നിന്നു. പക്ഷേ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ
അൺസഹിക്കബിൾ എന്ന് പറഞ്ഞാൽ അത്ര പറ്റാണ്ടായപ്പോഴാണ് അവസാനം യൂബർ എടുത്തിട്ട് വണ്ടി വിട്ടു. അമ്മയൊക്കെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി പോയി. അത്ര എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ഡെലിവറി ലേബർ റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ സർവിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഓപ്പൺ ആയിരുന്നു, 5 സെൻറ്റിമീറ്ററൊക്കെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഡെലിവറി നടക്കാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് 2 മണിക്കൂറിനുള്ളിൽ ഡെലിവറിയൊക്കെ നടന്നു. പക്ഷേ ആ ടൈമിൽ ഭയങ്കര പെയിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയണം, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് പെയിനൊക്കെ വന്ന് ഒരുപാട് സഹിച്ച് പിടിച്ച് നിൽക്കണ്ട, വേഗം ഹോസ്പിറ്റലിലോട്ട് പൊക്കോട്ടോ. പിന്നെ ഒരുപാട് ടെൻഷൻ പഠിക്കരുത്. ടെൻഷൻ അടിച്ചിട്ട് യാതൊരു വിധ കാര്യമില്ല. എന്തായാലും പ്രസവിച്ചേ പറ്റുള്ളൂ. നമുക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഡെലിവറി ചെയ്യണം. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇപ്പം ഞാൻ പറയും, ഇപ്പം എന്നോട് പലരും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് കേട്ടിട്ടില്ല അത് വേറെ ആരും. എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞാനത് പറയുവാണ്. മാക്സിമം ടെൻഷൻ അടിക്കാണ്ട് ഹാപ്പി ആയിട്ട് പോവാൻ ശ്രമിക്കുക. അപ്പോൾ അധികം പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസും ഒന്നും ഇല്ലാണ്ട് ചാടിക്കയറിങ്ങ പോരാ. വേറെ ഡെലിവറി കഴിഞ്ഞ് പിന്നെ എനിക്കങ്ങനെ പ്രശ്നമില്ല. കുഞ്ഞ് പുറത്ത് വന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ ഓക്കെ ആയി. എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടല്ലോ. ഈ നിമിഷം വരെ ഹെൽത്ത് വൈസ് ഒന്നും അങ്ങനെ പ്രശ്നമില്ല. ബാക്ക് പെയിൻ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതിങ്ങനെ വെയിറ്റ് ഉള്ളതുകൊണ്ടും അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണുണ്ട്. അതർവൈസ് എനിക്ക് യാതൊരു പ്രശ്നവും ഇതുവരെ ഇല്ല കേട്ടോ നിലവിലെ. പിന്നെ ആ സമയത്ത് ഷുഗറൊക്കെ ഉണ്ടായിരുന്നു, പ്രഗ്നൻസി ഷുഗർ. അതിൻ്റെ ഇഷ്യൂവും പിന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ അടുത്തൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കാര്യം. അതും കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡ് കൂടെ ഞാൻ പോയായിരുന്നു. ഒരു 1.25 മാസത്തോളം ഞാനൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഞാൻ എന്നെ കഴിഞ്ഞ് പ്രസവിച്ച് എല്ലായിടത്തും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് അതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. 6 മാസമായപ്പോഴാണ് ഇതൊക്കെ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഞാനത് ഷെയർ ചെയ്യണം. ഫസ്റ്റ് അപ്പോൾ കൊച്ച് നല്ല ഉറക്കമായിരിക്കും ഡെലിവറിയൊക്കെ കഴിഞ്ഞ്. അത് NICUലൊക്കെ ആക്കിയിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും കൂടെ കിട്ടുക നമുക്ക്. ഇപ്പം ഇതൊരു ഇത് വെച്ചിട്ട് എന്തായാലും പിള്ളേരെ NICUൽ കിടത്താണ്ടിരിക്കത്തില്ല. അപ്പോൾ എനിക്ക് NICUൽ കിടത്തിയിട്ടാണ് അവളെ കൊണ്ട് തന്നത്. ആദ്യം അവൾക്ക് എനിക്ക് പ്രഗ്നൻസി ഷുഗർ ഉണ്ടായിരുന്നതുകൊണ്ട് കുഞ്ഞിന് ഷുഗർ കുറവാണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് മഞ്ഞപ്പാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പിന്നെയും കൊണ്ടുപോയി NICUൽ. പിന്നെ ഡേ പോരണതിൻ്റെ സമയത്ത് തിരിച്ചു തന്നു. അത് കഴിഞ്ഞാൽ ഒരാഴ്ച നമുക്ക് വീട്ടിലോട്ട് വിട്ടു. ഒരാഴ്ച ഹോസ്പിറ്റലിൽ വീണ്ടും ചെല്ലണമായിരുന്നു. ആ ടൈമിലൊക്കെ അവൾക്ക് മഞ്ഞപ്പം നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ലോണം ഉറക്കമായിരുന്നു. കുത്തി എണീപ്പിച്ചാലൊന്നും എണീക്കില്ല, കുടിക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞല്ലേ 10-22 മണിക്കൂറും 24 മണിക്കൂറൊക്കെ ഉറങ്ങണം എന്നാണല്ലോ ആ ഒരു ടൈമിൽ. അതുകൊണ്ട് ഞാൻ വെച്ചാൽ ഉറങ്ങിക്കോട്ടെ എന്നിട്ട് അവളും ഉറങ്ങി, ഞാനും ഉറങ്ങി. പക്ഷെ അത് ഏറ്റവും വലിയ തെറ്റായിരുന്നു കേട്ടോ. എൻ്റെ അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ആ തെറ്റ് ഒരിക്കലും ആവർത്തിക്കരുത്. 1.5-2 മണിക്കൂർ മാക്സിമം എത്ര ഉറക്കമാണെങ്കിലും കുത്തിപ്പോക്കി പിടിച്ച് മാന്തി പറിച്ച് എങ്ങനെ അയച്ചാലും കൊച്ചിനെ കുത്തിയണിപ്പിച്ചിട്ട് പാല് കൊടുക്കുക. അവൾ എണീറ്റോ ഇല്ലയെന്ന് നമുക്കറിയണ്ട, അവനാണെങ്കിൽ അവൻ എണീറ്റോ ഇല്ലെന്ന് നമുക്കറിയണ്ട, പാല് കുടിപ്പിക്കുക. സക്ക് ചെയ്ത് വലിച്ച് കുടിപ്പിക്കുക. അത് കുടിപ്പിക്കാതിരുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ എനിക്ക് വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരാഴ്ച ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇവർക്ക് ഓൾറെഡി മഞ്ഞപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ണിൽ നല്ല മഞ്ഞപ്പോൾ, മുഖത്തുണ്ട്, കയ്യിലൊക്കെ ഉണ്ട് മഞ്ഞപ്പോൾ. അവിടെ ചെന്നപ്പോൾ ഹൈ ആയിരുന്നു ബിൽറൂബിൻ. നമുക്ക് 20 വരെയൊക്കെ തന്നെ ഹൈ ആണ്. ഇവർക്ക് 27 ആയിരുന്നു വന്നിട്ടുണ്ട്. അത്ര ഹൈ ആയിരുന്നു. നേരെ ഓൺ ദ സ്പോട്ടിൽ അവർ NICUലോട്ട് അഡ്മിറ്റ് ചെയ്ത് 3 ദിവസം വീണ്ടും അഡ്മിറ്റ് ചെയ്ത് ഫുൾ ഫോട്ടോതെറാപ്പി. അപ്പുറമൊക്കെ നല്ല ഒരുപാട് ചൂടടുപ്പിച്ച് ഫോട്ടോതെറാപ്പി ആയിരുന്നു. ഞാൻ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിപ്പോയി. കൊച്ചു കരയുണ്ടാവും ശ്രദ്ധിച്ചാണ്, കൊച്ചു ഉറങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചു പോയി. പെട്ടെന്നല്ലേ നമ്മൾ ഹാപ്പി ആയിട്ട് വന്നപ്പോൾ ഇങ്ങനെ ബിൽറൂബിൻ ഇത്ര കൂടുതലാണ്. കൊച്ചിന് തലക്കടിക്കും, ചെവിക്കടിക്കും, അങ്ങനെ ഞരമ്പിന് അങ്ങനെ ഒരുപാട്. പിന്നെ യൂട്യൂബമായി നോക്കുമ്പോൾ അവിടെ നിന്നും കുറേ കിട്ടും നമുക്ക്. അപ്പോൾ ഓവർ ടെൻഷൻ വേറെ വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഓവർ ടെൻഷൻ അടിച്ച് ഒരുപാട് ഓവർ ടെൻഷൻ അടിച്ചു ഞാൻ. കാരണം അത്ര കൂടുതലായിരുന്നു അവൾക്ക്. അത് കഴിഞ്ഞ് നമ്മൾ 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെല്ലാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോഴും സെയിം ഇത് തന്നെ. അന്നും 20 സംതിങ് ആയിട്ട് കുറച്ച് കുറഞ്ഞു, എന്നാലും വലിയ മാറ്റമില്ലായിരുന്നു. അവളുടെ കണ്ണിലൊക്കെ ഉള്ള മഞ്ഞപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് ഡോക്ടർമാരാരും ഇപ്പം പലരും പറഞ്ഞേക്കാം വെറുതെ കൊണ്ട് NICUലാക്കുന്നതാണ്, ഫോട്ടോതെറാപ്പി ചെയ്യുന്നതാണെന്ന്. പക്ഷെ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് കുഞ്ഞിന് നമുക്കത് ശരിക്കും വിസിബിളായിരുന്നു. കണ്ണിലെ മഞ്ഞപ്പും മുഖത്തെ മഞ്ഞപ്പും നമുക്ക് ടച്ച് ചെയ്തതിനിങ്ങനെ മഞ്ഞ ശരിക്കും അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും കൊണ്ടുപോയി വീണ്ടും 3 ദിവസം അഡ്മിറ്റ് ചെയ്ത് ഫോട്ടോതെറാപ്പി ഇട്ടു. ആ ഒരു ടൈമിൽ നമ്മൾ അമ്മമാരെ സംബന്ധിച്ച് ജനിച്ച് അത് 1ാമത്തെ കുട്ടിയായിക്കോട്ടെ, 2ാമത്തെ കുട്ടിയായിക്കോട്ടെ, 10ാമത്തെ കുട്ടിയായിക്കോട്ടെ, എത്രാമത്തെ കുട്ടിയാണെങ്കിലും ആ അമ്മയെ സംബന്ധിച്ച് എല്ലാ കുട്ടികളും ഈക്വലാണ് നമുക്ക്. അപ്പോൾ അതിനൊരു മെൻ്റലി ഭയങ്കര ഡൗൺ ആയി പോകുന്ന ഒരു ഇതുണ്ട്.
ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. എനിക്ക് എത്രയോ സങ്കടം സഹിക്കാൻ പറ്റാണ്. കുഞ്ഞിന് എന്തെങ്കിലും പറ്റുവാണ്. കാരണം അങ്ങനെ ബിൽറൂബിൻ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ കിഡ്നിക്കൊക്കെ ബാധിക്കും. അങ്ങനെ വീഡിയോസും പലതും കണ്ടിട്ടുമുണ്ട് അതുപോലെ. അപ്പോൾ നമ്മൾ കിഡ്നിയെ ബാധിക്കും, പിന്നെ ബ്രെയിനെ ബാധിക്കും, കേൾവിയുടെ പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഒരുപാട് ഇതൊക്കെ വന്നുകൊണ്ട് ഞാനിങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ടിട്ട് ആ ഒരാഴ്ചയും കൂടി കഴിഞ്ഞപ്പോൾ 3 ദിവസം കഴിഞ്ഞ് വിട്ടു. പിന്നെയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നല്ലോണം. പാൽ കൊടുക്കുക തന്നെയാണ് ആദ്യത്തെ അതിൻ്റെ പ്രധാന പരിപാടി. ഇഞ്ചക്ഷൻ വയ്ക്കുക അതൊന്നുമില്ല. മെയിൻ ഫസ്റ്റ് അതിനുള്ള പരിഹാരം എന്ന് പറയാനായിട്ട് പാൽ കൊടുക്കുക. 1.5 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം നിർബന്ധമായിട്ടും കുത്തി എണീപ്പിച്ച് പാൽ കൊടുക്കുക. ഇവർക്ക് എന്ത് പാൽ കുടിക്കാണ്ട് സക്ക് ചെയ്ത് നമ്മളെടുത്ത് ഒഴിച്ചൊക്കെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നാൻഗ്രോയൊക്കെ പൗഡർ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം വെയിറ്റും കുറവായിരുന്നു. ജനിച്ചപ്പോൾ 3,700 ഉണ്ടായിരുന്നു. നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്നപ്പോൾ തന്നെ 2,600 ആൾ. പിന്നെ ചെല്ലുമ്പോൾ ബിൽറൂബിൻ്റെ ഒപ്പം തന്നെ അവൾക്ക് വെയിറ്റ് കുറവുമായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ആയിരുന്നു അവൾക്ക് ഭയങ്കര ഇത്. അപ്പോൾ എങ്ങനെയും പാലും നിർബന്ധമായിട്ടും കുടിപ്പിക്കുക. അമ്മമാർ നല്ലോണം ശ്രദ്ധിക്കുക ആ ടൈമിൽ. പിള്ളേർ ഉറങ്ങണമല്ലേ എന്ന് വിചാരിച്ച് ഒരു എക്സ്ക്യൂസും കൊടുക്കേണ്ട. അത് നമുക്ക് തന്നെ പണിയാവും, പിള്ളേർക്കും പണിയാവും. അതുകൊണ്ടിട്ട് നിർബന്ധമായിട്ടും പാൽ കുടിപ്പിക്കുക. ഇതാണ് എനിക്ക്. അത് കഴിഞ്ഞൊരു 1 മാസമൊക്കെ കഴിഞ്ഞ് പിന്നെ ചെന്ന് ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും ചെന്നു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ 18 താഴെ വന്നു. 18 താഴെയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോതെറാപ്പി നമുക്ക് കിടത്തേണ്ടി വരത്തില്ല. ഓക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ശ്രദ്ധിച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി. അങ്ങനെ ഒരു 1.25 മാസത്തോളം ഇത് തന്നെയായിരുന്നു പരിപാടി. 2 ദിവസം 3 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇഞ്ചക്ഷൻ ദൂരം ഇഞ്ചക്ഷൻ എൻ്റെ കുഞ്ഞു കൊണ്ടേന്ന് അറിയാമോ. കാരണം ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്യും. ഇത് തന്നെയായിരുന്നു പരിപാടി. കുറേ കഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ദയവായിട്ട് പിള്ളേരെ മാക്സിമം പാൽ കുടിപ്പിക്കാം. അത് ന്യൂ ബോൺ ബേബീസ് ഉള്ള അമ്മമാരോടാണ് കേട്ടോ. കാരണം ഫസ്റ്റത്തെ ഡെലിവറി ആകുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. കാരണം എൻ്റെ ഫസ്റ്റത്തെ വെച്ചിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഫസ്റ്റത്തെ എനിക്കിങ്ങനെ യാതൊരു പ്രശ്നമില്ലായിരുന്നു. അവിടെ എനിക്ക് അങ്ങനെ പ്രശ്നമില്ലായിരുന്നു. രണ്ടാമത്തെ വന്നപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഡെലിവറി അതൊക്കെ എക്സ്പീരിയൻസ്. കൊച്ചു കരയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനിയും വീഡിയോസ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു, ലവ് യു ഓൾ.